വചനമൊഴി ഡിസംബർ 4. വചനഭാഗം 1 കൊരിന്തോസ് 1:4-9, യോഹന്നാന്റെ സുവിശേഷം 8:26-30. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയുവാനും വിധിക്കുവാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവനിൽ നിന്ന് കേട്ടവ ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാനാകുന്നു എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത പിതാവെന്നെ പഠിപ്പിച്ച പോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഏറെ പേർ അവനിൽ വിശ്വസിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വായിച്ച സുവിശേഷത്തിലെ ആദ്യ വചനം, എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. ഈശോ നമ്മോട് സംസാരിക്കുന്നതും വിധിക്കുന്നതും വചനത്താലാണ്. ദൈവത്തിൻ്റെ വചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി വർത്തിക്കുന്നു. സജീവവും ഊർജ്ജസ്വലവുമായ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമായ വചനം. ആ വചനമാണ് നമ്മോട് സംസാരിക്കുന്നതും നമ്മെ വിധിക്കുന്നതും. തിരുവചന പാരായണ മാസമായി ഡിസംബർ മാസം ആചരിക്കുന്നു. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനും ഈശോ നമ്മോട് എന്ത് പറയുന്നുവെന്നും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ എപ്രകാരം വിധിക്കുന്നുവെന്നും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.